ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും എഴുന്നേറ്റോ? ഞാൻ എഴുന്നേറ്റു നേരത്തെ. മോക്ക് ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നേ, അപ്പോൾ അവൾക്ക് ഭക്ഷണം കൊടുക്കണമല്ലോ. അതുപോലെ തന്നെ ചേട്ടായിക്ക് ഇന്ന് ഓഫീസിൽ നിന്ന് ഔട്ടിങ്ങാ. അപ്പം ചേട്ടായും രാവിലെ എഴുന്നേറ്റു. അപ്പോൾ ചേട്ടായിക്ക് അപ്പവും ചായയും ഉണ്ടാക്കി കൊടുത്തു. മോളെ സ്കൂളിലേക്ക് വിട്ടു. മോൻ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടേ. അവനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു, അമ്മ എനിക്ക് ആകെ കിട്ടുന്ന ഒരു സാറ്റർഡേ, അതുകൊണ്ട് അമ്മ എന്നെ വിളിക്കണ്ട, അമ്മ കഴിച്ചോന്ന്. അപ്പം ഞാൻ തന്നെയുള്ളൂ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. കഴിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അപ്പവും ചുടാന്ന്. പിന്നെ ഇന്നലത്തെ മീൻകറി ഉണ്ടേ, അപ്പോൾ അത് കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്കിഷ്ടമാണ് ഇന്നലത്തെ മീൻകറിയൊക്കെ കൂട്ടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. ഇവിടെ എല്ലാവർക്കും വലിയ താല്പര്യമൊന്നുമില്ല, പിന്നെ ഞാൻ കഴിക്കുന്നേ ഉള്ളൂ. മോൾക്കും വലിയ ഇഷ്ടമൊന്നുമില്ല, പക്ഷെ എന്നാലും കഴിക്കൂ, അത്രയേ ഉള്ളൂ. പക്ഷെ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെ കഴിച്ചിട്ടുള്ളത് കൊണ്ടേ. പിന്നെ ഒരു ചൂട് ചായയും, ആഹാ പറയാനില്ല. പക്ഷേ ഉണ്ടല്ലോ, ഇവിടുത്തെ കാലാവസ്ഥ ഇപ്പം ഭയങ്കര തണുപ്പാന്നേ. തണുപ്പും പിന്നെ മൂടി കെട്ടിയ ഒരവസ്ഥയും പിന്നെ ചെറിയ ചെറിയ ചാറ്റൽ മഴയും. ബാംഗ്ലൂരിലത്തെ കാലാവസ്ഥ എല്ലാം മാറി. ഇപ്പം പെട്ടെന്നാണ് ക്ലൈമറ്റ് ചേഞ്ച് ആയതോടുകൂടി മക്കൾക്ക് ഭയങ്കര അസ്വസ്ഥതയാന്നേ. എല്ലാ അമ്മമാരും ഇപ്പം വിളിക്കുമ്പോൾ പറയുന്ന ഒന്നേ ഉള്ളൂ, പനിയാണ്, ജലദോഷമാണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വന്നേ ഉള്ളെന്ന്. ഒന്നും പറയണ്ട, നമുക്കിപ്പോൾ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇത് ഇങ്ങനത്തെ കാലാവസ്ഥ മാറ്റാനൊക്കെ പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോവുക. എന്നാൽ പിന്നെ ഞാൻ ചായ കുടിക്കട്ടെ. നല്ല ടേസ്റ്റാന്നേ ഈ അപ്പവും മീൻകറിയൊക്കെ കൂട്ടി കഴിക്കാനായിട്ട്. നിങ്ങൾ ഭക്ഷണമെല്ലാം കഴിച്ച് കാണുമല്ലോ അല്ലേ? എന്നാൽ പിന്നെ ഇത്രയേ ഉള്ളൂ ഈ രാവിലത്തെ മോർണിംഗ് വ്ലോഗ് കേട്ടോ. ഓക്കേ, ബായ്. എല്ലാവരും സേഫായിട്ടും സന്തോഷമായിട്ട് ഇരിക്കും കേട്ടോ.